നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ് നമുക്ക് നോക്കാം. ഇന്ന് ടാരോ ഉണ്ട്, ഒറാക്കിളുണ്ട് കേട്ടോ. കുറേശ്ശെ കാർഡ്സ് രണ്ടെണ്ണം എടുത്തിട്ട് നമുക്ക് നോക്കാം. ടാരോ bottom of the deck, 5 of cups. I can't talk to you right now. ഇപ്പോൾ അവർ എവിടെയോ ബിസിയാണ്, എവിടെയോ സ്റ്റക്കാണ്. തൽക്കാലം ഇപ്പോൾ ഈ നിമിഷം നിങ്ങളോട് സംസാരിക്കാൻ അവർക്ക് തടസ്സമുണ്ട് എന്ന് പറയാണ്. ഇറ്റ് ഈസ് ഓൾ ടു മച്ച്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ബിസിയാണ്, ഓവർ സ്ട്രെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ലൈഫിൽ മാനേജ് ചെയ്യാനുണ്ട് എന്ന് പറയുകയാണ്. ഹൗ കുഡ് യു എവർ ഫോർഗിവ് ദം ആസ് ഹാവ് മെയ്ഡ്. അവർ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുമോ എന്നാണ് അവർ ചോദിക്കുന്നത്. വൈ ഡു ഐ ഫീൽ ദിസ് വേ. അവർക്ക് വല്ലാത്ത വിഷമവും എന്തൊക്കെയോ റിഗ്രറ്റോ എന്തൊക്കെയോ തോന്നുന്നുണ്ട്. എന്താണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫീൽ ചെയ്യുന്നതെന്നൊക്കെ അവർക്ക് തോന്നുകയാണ്. ഐ നീഡ് ടു ഫിഗർ മൈസെൽഫ് ഔട്ട്. അവർക്ക് തന്നെ സ്വയം ഒരു ക്ലാരിറ്റി ഇല്ലാതിരിക്കുകയാണ്. ആ ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണെന്ന് പറയുന്നു കേട്ടോ. ഇമോഷൻസ് ഓവർവെൽം മീ. അവരുടെ ഇമോഷൻസ് അവരെ ഓവർവെൽം ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത് കേട്ടോ. ഐ വിഷ് ഐ കുഡ് ബി എ ഡിഫറെൻറ്റ് പേഴ്സൺ. അവർക്ക് തന്നെ അവരുടെ സ്വഭാവം പിടിക്കാതിരിക്കുകയാണ് എന്നാണ് അവർ പറയുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ സ്വഭാവം ഒന്ന് മാറ്റാൻ സാധിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നുള്ളൊരു ഫീലിങ്ങിലാണ് അവർ കേട്ടോ. വൈ ഡു ഐ ഡിസേർവ് സമ്മൺ ലൈക്ക് യു. നിങ്ങളെപ്പോലത്തെ ഒരാളെ ഡിസേർവ് ചെയ്യാൻ അവരെന്ത് ഭാഗ്യമാണ് ചെയ്തത് എന്ന് അവർ പറയുകയാണ്. നമുക്ക് ടാരോയിൽ 5 ഓഫ് കപ്സ് ആയിരുന്നു ബോട്ടം ഓഫ് ദി ഡെക്ക്, 7 ഓഫ് കപ്സ്, 4 ഓഫ് പെൻറ്റക്കിൾസ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ്, 2 ഓഫ് കപ്സ്, വെരി ഗുഡ്, 4 ഓഫ് വാൻസ് ആൻഡ് ജസ്റ്റിസ്. ഓക്കെ, വെരി ഗുഡ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ പറഞ്ഞതുപോലെ ഓവർ തിങ്കിങ്ങിൽ കൂടി വളരെയധികം കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരേ സമയം അവർക്ക് വർക്കിൻ്റെ സ്ട്രെസ് ഉണ്ട്, അവരുടെ റെസ്പോൺസിബിലിറ്റീസിൻ്റെ സ്ട്രെസ് ഉണ്ട്, എല്ലാം കൂടി അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമത്. അതാണ് ഐ കാൻറ്റ് ഫിഗർ മൈസെൽഫ് ഔട്ട് എന്ന് അവർ പറഞ്ഞത്. എപ്പോൾ എവിടെ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളത് അവർക്ക് ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഓക്കെ, പക്ഷേ നിങ്ങളെ പ്രതി വല്ലാതെ പൊസസീവായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളവരെ വിട്ടു പോകുമോ എന്നുള്ള ഭയം അവർക്കുണ്ട്. നിങ്ങളോട് ഒരു ഇൻജസ്റ്റിസ് അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. അവർ നേരത്തെ പറഞ്ഞില്ലേ, അവർ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തു, അത് നിങ്ങളെ വേദനിപ്പിച്ചു എന്ന് അവർ മനസ്സിലാക്കുന്നു എന്ന്. അതാണ് അതവർ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. നിങ്ങളോട് അവർ ഇൻജസ്റ്റിസ് പ്രവർത്തിച്ചു എന്നവർ കരുതുന്നു. അവരത് ആ തെറ്റ് മനസ്സിലാക്കുന്നു, നിങ്ങളോട് സോറി പറയുന്നു കേട്ടോ. നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2 ഓഫ് കപ്സ് തീർച്ചയായിട്ടും ഒരു റീയൂണിയന് വേണ്ടി അവർ എത്രയും വേഗം നിങ്ങളുടെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്യുമെന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്തു തുടങ്ങിയിരിക്കുന്നു അവർ.